സംസ്ഥാന സർക്കാരിന്റെ ലഹരി നിർമ്മാർജ്ജന പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതി സംസ്ഥാന വ്യാപകമായി ശ്രദ്ധ നേടുകയാണല്ലോ. മയക്കുമരുന്നിന്റെ ഉപയോഗവും വിതരണവും തടയാനായി ആഭ്യന്തരം, ആരോഗ്യം, വിദ്യാഭ്യാസം, എക്സൈസ്, കേരള പോലീസ് തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായി നടക്കുന്ന ഈ സമഗ്ര പദ്ധതിക്ക് വേണ്ടി GHSS വളയവും കൈകോർക്കുകയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടന്നുവരികയാണ്. അതിന്റെ ഭാഗമായി ലഹരി എങ്ങനെയാണ് ഒരാളെ ശാരീരികവും മാനസികവുമായി ബാധിക്കുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കാനായി നമ്മോടൊപ്പം കണ്ണൂർ AKG ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ മിസസ് ഗീത ബലറാം ചേരുന്നു. മയക്കുമരുന്നിൻ്റെ ഉപയോഗം നമ്മൾ ഇപ്പം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് കൗമാരപ്രായക്കാരിലും യങ് അഡൽട്സ് എല്ലാം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കുട്ടികളിൽ അതിൻ്റെ ഉപയോഗം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ പഠനത്തിന് അത് ബാധിക്കുന്നുണ്ട്. അവർക്കത് ഉപയോഗിക്കുന്ന കുട്ടികളിൽ പഠനത്തിൽ പിന്നോക്കം പോവുക, ഓർമ്മക്കുറവുണ്ടാവുക, പിന്നെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ അവർ മാറിപ്പോകുന്നു. അതാണ് പിന്നീട് മാനസിക രോഗങ്ങളായിട്ട് ഡിപ്രഷൻ, ആൻസൈറ്റി എന്ന അവസ്ഥയിലേക്ക്, പാനിക് അറ്റാക്ക് വരുന്ന കുട്ടികളിൽ അതൊക്കെ തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കാരണമാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ അതിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ എന്നാലും എല്ലാവരും അതിൽ പോയിപ്പെടുന്നില്ല. കുറച്ച് പേരാണ് അതിലേക്ക് പോകുന്നത്. അപ്പം അതിൻ്റെ കാരണങ്ങളും കൂടെ ഒന്ന് ആലോചിച്ചാൽ വളരെ നല്ലതായിരിക്കും. അവിടെ എന്താണ് വരുന്നത്? ഫാമിലി പ്രശ്നങ്ങളുള്ള കുട്ടികൾ, അങ്ങനത്തെ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾ അവരുടെ സ്ട്രെസ്സും മറ്റ് പ്രയാസങ്ങളും കോപ്പ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ആദ്യം ഒക്കെ പറയാം, കുട്ടികൾ ഒരു ക്യൂരിയോസിറ്റിക്ക് അതൊന്ന് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ഉപയോഗിച്ച് തുടങ്ങി, പിന്നെ അതിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളതിൽ നമ്മൾ കൂടുതലും കാണുന്നത് പ്രണയ നൈരാശ്യങ്ങൾ, അതായത് ലവ് ഫെയിലിയേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോട് അവർക്ക് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നു. അത് തന്നെയും അങ്ങനെയുള്ള കുട്ടികളെ അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നതും അവരത് ഉപയോഗിക്കുന്നതും എന്നിട്ട് അവർ ഈ സ്ട്രെസ്സ് കുറക്കുന്നതും എല്ലാം കാണാറുണ്ട്. അത് ചിലത് അവരുടെ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും കോണ്ടാക്ട് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ, ഈ ADHD, ലേണിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികളും അവരുടെ ആ സ്ട്രെസ്സിനെ കുറക്കാൻ വേണ്ടിയും ഒക്കെ ഇതിൻ്റെ ഉപയോഗം വരുന്നുണ്ട്. ഇത് ഒരു സമൂഹത്തിൽ ശരിക്കും ഒരു വലിയൊരു ഷാപ്പായിട്ട് തുടരുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നെ വേറൊരു ഇത് വരുന്നതാണ് പിയർ പ്രഷർ. കുട്ടികൾ ഉപയോഗിക്കുന്ന കുട്ടികൾ ഇല്ലാത്ത കുട്ടികളെയും കൂടെ ഇതിലേക്ക് പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. കുട്ടികൾ അവരുടെ ആ കഴിവുകളെ നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടും ഇപ്പം ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ മീഡിയേൻ്റെ ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ വലിയ ഹീറോസായിട്ട് നമ്മൾ സിനിമയിലും അല്ലെങ്കിൽ സിംഗേഴ്സിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പം അത് മോഡലിംഗ് ചെയ്ത് കുട്ടികളെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരുപാട് സൈക്കോളജിക്കൽ റീസൺസ് ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പം കുട്ടികളിലും പ്രത്യേകിച്ചും അപ്പം നമ്മൾ ഇതിലേക്ക് പോയിട്ട് നോക്കുന്നതിനേക്കാളും നല്ലത് അവിടെ ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ ഏർലി ഇൻ്റർവെൻഷനാണ് വേണ്ടത്. കുട്ടികൾക്ക് അതിനോട് നോ പറയാൻ, ധൈര്യത്തോടെ നോ പറയാൻ, വളരെ അസർട്ടീവായി നോ പറയാനാണ് അവർ പഠിക്കേണ്ടത് ആദ്യം മുതലേ. അതിൻ്റെ ലോങ് ടേം എഫക്റ്റ് എന്ന് പറയുമ്പം അത് ആ വ്യക്തിൻ്റെ ജീവിതത്തിനെ തന്നെ മുഴുവനായും ബാധിക്കുന്നു. അവരതിൻ്റെ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ കൗമാരപ്രായത്തിലാവുമ്പം പ്രത്യേകിച്ചും അവരുടെ ഭാവി ജീവിതമാണ് അവിടെ തകർക്കപ്പെടുന്നത്. ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ, പക്ഷെ അവരുടെ ഭാവി അതോടെ തീരുകയാണ്. അപ്പം അതിനെ ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യമാണ് കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത്. പിന്നെ ഇങ്ങനെയുള്ളത് ഇതിലേക്ക് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ തന്നെ അത് ആരോടൊന്നും തുറന്നു പറയാനും വളരെ വേഗം തന്നെ അതിൽ പുറത്ത് വരാൻ വേണ്ടിയിട്ട്
ഉള്ള സൈക്കോളജിക്കൽ കൗൺസിലിംഗ് തെറാപ്പീസ് പലതരത്തിൽ CBT DBT പോലുള്ള തെറാപ്പികളൊക്കെ ഉപയോഗിച്ച് അവർക്ക് ഈ ഒരു മാനസിക രോഗത്തിൽ നിന്ന് പുറത്തേക്ക് വരാനും എളുപ്പമാണ്.